മീഡിയ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി പഠിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിയും ഹിസ്റ്ററി ഓഫ് അനിമേഷൻ അറിഞ്ഞിരിക്കണം. വളരെ പണ്ട് കാലത്ത് തന്നെ ഇതിൻ്റെ എക്സാമ്പിൾ നമുക്ക് കേവിലൊക്കെ പെയിൻറ്റിങ്സ് ആയിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ മോഡേൺ കമ്പ്യൂട്ടർ അനിമേഷൻ ഇറ എന്ന് പറഞ്ഞ 19 അത് ആ സമയത്ത് നമുക്ക് ഒപ്റ്റിക്കൽ ടോയ്സും ഡിവൈസസും അതുപോലെ തന്നെ പാരനാസ്കോപ്പും എല്ലാം വെച്ചിട്ടാണ് ആ സമയത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അത് ഒരു ഇല്യൂഷൻ ഓഫ് മൂവ്മെന്റ് നമുക്ക് അറിയാൻ പറ്റുമായിരുന്നു. 1906 സ്റ്റുവർട്ട് ബ്ലാക്ക്ടൺ ആണ് ഫസ്റ്റ് അനിമേറ്റഡ് ഫിലിം ക്രിയേറ്റ് ചെയ്തത്. അതൊരു ഹ്യൂമറസ് ഫേസിലുള്ള ഫണ്ണി ഫേസസ് ആയിരുന്നു. അതൊരു സ്റ്റോപ്പ് മോഷൻ ആയിരുന്നു. ഫസ്റ്റ് അനിമേറ്റഡ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഗ്രിറ്റി ഡൈനോസർ ആണ്. 1914 ക്രിയേറ്റ് ചെയ്തത്. മിക്കേ ആണ് ക്രിയേറ്റ് ചെയ്തത്. 1920 നമുക്ക് കാണാൻ പറ്റുന്ന സൗണ്ടും കളറും എല്ലാം അനിമേഷന് വരുന്നതാണ്. പിന്നെ നമുക്ക് വാൾട്ട് ഡിസ്നി സ്റ്റീവ് ബോട്ട് വിനി എന്ന് പറഞ്ഞ 1928 വരുന്ന ഐക്കോണിക് ആയിട്ടുള്ള മിക്കി മൗസിന്റെ വരവാണ്. ഡിസ്നി അതേപോലെ ബൗണ്ടറീസ് കടന്നു അതിന്റെ ആ ഒരു സാധ്യതകൾ വളരെ രീതിയിൽ ഇംപ്രവൈസ് ചെയ്തു. അതേപോലെ സ്നോ വൈറ്റ്, 7 Dwarfs 1937 അതിന് നമുക്ക് ഫുൾ ലെങ്ത് അനിമേറ്റഡ് ഫീച്ചർ ഫിലിം എന്ന് പറയാം. അഡ്വാൻസ് ടെക്നോളജിയാണ് പിന്നെ 20ാം സെഞ്ചുറിയിൽ നമ്മൾ അനിമേഷന് നമുക്ക് കാണാൻ പറ്റിയത്. ഭയങ്കര ഹ്യൂജ് ആയിട്ടുള്ള ചേഞ്ച് ആണ്. ട്രഡീഷണൽ ഹാൻഡ് ഡ്രോൺ അനിമേഷൻ, കൈകൊണ്ട് വരച്ചിരുന്ന അനിമേഷന് വഴി മാറി ജിയുടെ റവല്യൂഷനായി. ഇപ്പോൾ ടോയ് സ്റ്റോർ 1955, ഷ്രക്ക് 2001, ഇതെല്ലാം 3D കമ്പ്യൂട്ടർ അനിമേഷനായി. കമ്പ്യൂട്ടർ ഗ്രാഫിക്സും നമുക്ക് പറയാൻ പറ്റും, CGI. അതുപോലെ തന്നെ നമുക്ക് പിന്നെ ബൗണ്ടറീസ്, അതായത് ഇമാജിനേഷന്റെ അപ്പുറത്തുള്ള ബൗണ്ടറീസിലൂടെ നമുക്ക് എത്താൻ സാധിച്ചു. ആ ടെക്നിക്കലും അതുപോലെ തന്നെ ടാലന്റും സ്കില്ലും അത് ഒരേ ഒരു ലെവലിൽ ബ്ലെൻഡ് ആയതോടുകൂടി, അതുപോലെ അത് വീഡിയോ ഗെയിംസിൽ റിഫ്ലക്ട് ചെയ്ത് തുടങ്ങി, അഡ്വർടൈസ്മെന്റിൽ വന്നു. പിന്നെ എൻലെസ് ആയിട്ടുള്ള ഒരു പോസിബിലിറ്റി മെഡിക്കൽ ഫീൽഡിൽ, അതുപോലെ സ്റ്റോറി ടെല്ലിംഗ് എബിലിറ്റി ഉള്ള ഏതൊരു ഫീൽഡിലും നമുക്ക് ഈസി ആയിട്ട് നമുക്ക് അനിമേഷൻ ചെയ്തിട്ട് അതിനെ കൺവേ ചെയ്യാൻ സാധിക്കുന്ന ഒരു ലെവലിലേക്ക് അനിമേഷൻ വളർന്നുകൊണ്ടേയിരിക്കുന്നു.